മലപ്പുറം ജില്ലയിലെ CPMന്റെ നിർണായക മണ്ഡലമായ തവനൂരിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് പാർട്ടിക്കത്ര സുഖകരമല്ലാത്ത ഒരു ചിത്രത്തിലേക്കാണ്. പാർട്ടിയുടെ കരുത്തുറ്റ പോരാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KT ജലീലിനെതിരെ സ്വന്തം അണികൾ തന്നെ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തവനൂരിൽ ജലീലിനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള CPM നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനെതിരെ പ്രാദേശിക നേതാക്കളും സാധാരണ പ്രവർത്തകരും ഒരുപോലെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ പാർട്ടിക്കുള്ളിലെ ചർച്ചകൾ 4 ചുവരുകൾക്കുള്ളിൽ അവസാനിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. പ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നേതൃത്വത്തിനെതിരെ ഉയരുന്ന ഓരോ ചോദ്യവും പാർട്ടിയുടെ അച്ചടക്കത്തെ പോലും വെല്ലുവിളിക്കുന്നതാണ്. എന്തിനാണ് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്ന ഒരാളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. തവനൂരിലെ സാധാരണ പ്രവർത്തകൻ്റെ ആത്മാർത്ഥമായ ചോദ്യം കൂടിയാണിത്. താൻ ഇനി മത്സരിക്കില്ല എന്ന് KT ജലീൽ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വിടവാങ്ങൽ പ്രസംഗം പോലും ഒരു സൂചനയായിരുന്നു. എന്നാൽ ഇതൊന്നും വകവെക്കാതെ മണ്ഡലത്തിൽ വേറൊരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരാൻ പാർട്ടി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? പണ്ടേ പറയുന്നത് പോലെ കൊട്ടുമുഴുവൻ ചെണ്ടയ്ക്കും കൂലി മാരാർക്കും എന്ന അവസ്ഥയിലാണ് തവനൂരിലെ CPM പ്രവർത്തകർ ഇപ്പോഴുള്ളത്. പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന ജനകീയരായ നേതാക്കളെ തഴഞ്ഞുകൊണ്ട് പുറത്തുനിന്നുള്ളവർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചുവപ്പ് പരവതാനി വിരിക്കുന്നതിലെ യുക്തിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം കഴിഞ്ഞ 2 വർഷമായി KT ജലീൽ മണ്ഡലത്തിൽ സജീവമല്ല. വികസന പ്രവർത്തനങ്ങളിലോ ജനങ്ങളുടെ സങ്കടങ്ങളിലോ അദ്ദേഹം ഇടപെടുന്നില്ല എന്നൊരു പരാതി വ്യാപകമായുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ഡലത്തോടുള്ള ഉത്തരവാദിത്തം മറന്ന് അങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ഒരാളെ എന്തിനാണ് ഇങ്ങനെ പാർട്ടി വീണ്ടും വീണ്ടും ചുമക്കുന്നത് എന്ന് പ്രവർത്തകർ ചോദിക്കുന്നു. ഇവിടെയാണ് മലപ്പുറം ജില്ലാ നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടപ്പെടുന്നത്. ജില്ലയിലെ ചില മുതിർന്ന നേതാക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി രൂപപ്പെട്ട ഒരു കോക്കസ്, അതാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് അണികളുടെ ആരോപണം. സ്വന്തം തട്ടകത്തിൽ പാർട്ടിയെ വളർത്തുന്നതിന് പകരം ചില വ്യക്തികളെ മാത്രം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുമെന്നിവർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പ്രതിഷേധം വെറുമൊരു വാക്കേറ്റമല്ല. ജില്ലയിലെ CPMന് നേരിട്ട സമീപകാല തിരിച്ചടികളുമായി ഇതിന് വലിയ ബന്ധമുണ്ട്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയിൽ ഒരാൾ പോലുമില്ലാതെ അങ്ങനെ നാണം കെട്ടുപോയ തോൽവിക്ക് പിന്നിൽ ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങളാണെന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്നു. താഴെ തട്ടിലുള്ളവരുടെ വികാരം മനസ്സിലാക്കാതെ മുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്നത് ജനങ്ങൾ കൈവിടുമെന്നതിൻ്റെ സൂചനയാണ്. ജ്യോതിബാസ്, ബഷീർ തുടങ്ങി പതിറ്റാണ്ടുകളായി മണ്ഡലത്തിൽ പാർട്ടിയെ നയിക്കുന്ന നേതാക്കളെ തഴഞ്ഞുകൊണ്ട് ഈ വാശി പിടിക്കുന്നത് എന്തിനെന്ന് പ്രവർത്തകർ ചോദിക്കുകയാണ്. തവനൂരിലെ ഈ പടലപ്പിണക്കം വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് കേരളത്തിലുടനീളം CPM നേരിടുന്ന ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ അഭാവത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. KT ജലീലിനെ പോലെ വിവാദങ്ങളിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവിനെ വീണ്ടും വീണ്ടും മത്സരിപ്പിക്കുന്നത് പാർട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നൊരു വിഭാഗം ഭയപ്പെടുന്നു. മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ ജലീലിനോടുള്ള വിരുദ്ധ വികാരം അത് തിരിച്ചറിയാൻ നേതൃത്വം വൈകിയാൽ തവനൂർ എന്ന ഉറച്ച സീറ്റ് കൈവിട്ടു പോകാൻ അധികം സമയം വേണ്ടിവരില്ല. പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം പരസ്യമായത് CPMന് വലിയ രാഷ്ട്രീയ ക്ഷീണമാണ് നൽകിയിരിക്കുന്നത്. അച്ചടക്കത്തിന് പേരുകേട്ട പാർട്ടിയിൽ ഇത്തരത്തിൽ പരസ്യമായൊരു കലാപമുണ്ടാകുന്നത് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടായി തന്നെ വിലയിരുത്തപ്പെടും. തവനൂരിലെ ഈ കനൽ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലേക്കും പടരുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.